ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്ന ഒരു ലേഖനത്തിൻ്റെ ഒരു ഭാഗമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. റഷ്യയിൽ നിന്ന് ഫോസിൽ ഫ്യൂവൽസ്, ക്രൂഡ് ഓയിൽ അടക്കമുള്ളവ ഏറ്റവും അധികം വാങ്ങുന്ന ലോകത്തെ ഒരു 4-5 രാജ്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ പട്ടികയിൽ കാണുന്നത്. ഇവിടെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഒന്നാമത് നിൽക്കുന്നത് ചൈനയാണ്. ചൈനയാണ് ഏറ്റവും കൂടുതൽ വാങ്ങുന്നത്. 2ാം സ്ഥാനത്ത് ഇന്ത്യയാണ്. ക്രൂഡ് ഓയിൽ അടക്കമുള്ള ഫോസിൽ ഫ്യൂവൽസ് ഏറ്റവും കൂടുതൽ വാങ്ങുന്നത്, റഷ്യയിൽ നിന്ന് വാങ്ങുന്നത് ജൂലൈ 2026 മാത്രം കണക്കാണിത്. ചൈന കഴിഞ്ഞാൽ ഇന്ത്യയാണ്. ഈ ഇന്ത്യ കഴിഞ്ഞ് പിന്നെ തുർക്കി, യൂറോപ്യൻ യൂണിയൻ, സൗദി അറേബ്യ. ആ ഒരു ഡിഫറൻസ് നോക്കൂ. ചൈനയും ഇന്ത്യയും ഏറ്റവും ഉയരത്തിൽ നിൽക്കുകയാണ്. ഏറ്റവും കൂടുതൽ വാങ്ങുന്നത് ഇവരാണ്. എന്തൊക്കെയാണ് വാങ്ങുന്നത്? ഇന്ത്യ ഏറ്റവും കൂടുതൽ വാങ്ങുന്നത് എനിക്ക് തോന്നുന്നു ക്രൂഡ് ഓയിലാണ്. പിന്നെ അത് കഴിഞ്ഞ് കൽക്കരി വാങ്ങുന്നുണ്ട്. ഓയിൽ പ്രോഡക്റ്റുകൾ ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങുന്നുണ്ട് ഏറ്റവും കൂടുതൽ. ഇതിനകത്ത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് കാര്യം, അമേരിക്ക ഇപ്പോൾ അവരുടെ ഒരു സഭയിൽ ഒരു 100% നികുതി എന്ന് പറഞ്ഞിട്ട് ഇന്ത്യക്കും ചൈനയ്ക്കും ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവരൊരു പുതിയ നിയമത്തിന് ആവശ്യമായ ബില്ല് പാസ്സാക്കിയല്ലോ. അതിനകത്ത് നിന്ന് അവർ യൂറോപ്യൻ യൂണിയനെയും തുർക്കിയെയും സൗദി അറേബ്യയും ഒക്കെ ഒഴിവാക്കിയത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇന്ത്യയും ചൈനയും കഴിഞ്ഞാൽ തുർക്കിയാണ് ഏറ്റവും കൂടുതൽ റഷ്യയിൽ നിന്ന് ഇതുപോലെ വാങ്ങുന്നത്. തുർക്കി ക്രൂഡ് ഓയിൽ വാങ്ങുന്നുണ്ട്, കൽക്കരി വാങ്ങുന്നുണ്ട്, ഓയിൽ പ്രോഡക്ട്സ് വാങ്ങുന്നുണ്ട്, പൈപ്പ് ലൈൻ ഗ്യാസും വാങ്ങുന്നുണ്ട്. പക്ഷെ തുർക്കിക്കെതിരെ 100% താരിഫ് ഇല്ല. യുവിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ LNG വാങ്ങുന്നുണ്ട്, പൈപ്പ് ലൈൻ ഗ്യാസ് വാങ്ങുന്നുണ്ട്, ക്രൂഡ് ഓയിൽ വാങ്ങുന്നുണ്ട്. യൂറോപ്യൻ യൂണിയനെയും അവർ ഒഴിവാക്കിയിട്ടുണ്ട്. സോ ഇതിനകത്ത് അമേരിക്കയുടെ ഡബിൾ സ്റ്റാൻഡേർഡ് നമുക്ക് ഈ ഒരു ഒറ്റ ഡേറ്റയ്ക്കകത്തു നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇതുപോലെ തലതെറിച്ച നശിച്ച ഒരു രാജ്യം വേറെ ഇല്ല. എന്തൊരു ഇരട്ടത്താപ്പാണ്! പച്ചയ്ക്കല്ലേ ഇവർ ഈ ഇരട്ടത്താപ്പ് കാണിക്കുന്നത്? ഇന്ത്യയോട് ഒരു നയം, യൂറോപ്യൻ യൂണിയനോടും തുർക്കിയോടും ഒക്കെ മറ്റൊരു നയം. ഇതാണ് അമേരിക്ക എന്നത് നമ്മൾ ഇന്ത്യക്കാർ ഒരിക്കലും മറക്കാൻ പാടില്ല. നമ്മൾ ആരും മറക്കരുത് അമേരിക്ക നമ്മളോട് കാണിക്കുന്ന ഈ വിവേചനം. ഇനി മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മുടെ നാട്ടിലെ പൊളിറ്റീഷ്യൻസ് അടക്കം എല്ലാവരും എപ്പോഴും മോദി സർക്കാരിനെ കഴിഞ്ഞ റീസെന്റ് ആയിട്ടുള്ള ഒരു മാസങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ടാർഗറ്റ് ചെയ്തത് അമേരിക്കയുടെ പ്രഷർ കാരണം ഇന്ത്യ റഷ്യയിൽ നിന്ന് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നത് നിർത്തി എന്നായിരുന്നു. എന്താണ് കണക്കുകൾ കാണിക്കുന്നത്? ഏറ്റവും കൂടുതൽ ഇപ്പോഴും ഇന്ത്യ റഷ്യയിൽ നിന്ന് ഓയിൽ ഇറക്കുമതി ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അത് തുടരുകയാണ്. ചൈന കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്നത് ഇന്ത്യയാണ്. സോ ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ കഴിഞ്ഞ മാസങ്ങളിൽ നടന്ന ക്യാമ്പയിൻ, വ്യാജമായ പ്രചാരണം, ഇത് നടത്തിയവർ നരേന്ദ്രമോദിയോട് മാപ്പ് പറയേണ്ടതല്ലേ? ഈ ഗവൺമെന്റിനോട് മാപ്പ് പറയേണ്ടതല്ലേ? അമേരിക്കയെ ഭയന്നുകൊണ്ട്, എപ്സ്റ്റീൻ ഫയലിനെ പേടിച്ചുകൊണ്ട് നരേന്ദ്രമോദി എണ്ണ വാങ്ങുന്നത് നിർത്തിയത്രേ. എവിടെ നിർത്തി? ആര് നിർത്തി? എപ്പോ നിർത്തി? അങ്ങനെ നിർത്തിയ ഇന്ത്യക്കെതിരെയാണ് 100% താരിഫ് ചുമത്തണമെന്ന് പറഞ്ഞ് അമേരിക്ക ഇപ്പോൾ ബില്ല് പാസ്സാക്കിയത്. ട്രംപിന് തീരുമാനിക്കാൻ വേണോ വേണ്ടയോ എന്ന്. പക്ഷെ അവരുടെ ഒരു സഭയിൽ ആ ബില്ല് പാസ്സായിട്ടുണ്ട്. ഇനി ഒരു സഭയിൽ കൂടെ പാസ്സായി കഴിഞ്ഞാൽ ട്രംപിന് ഇഷ്ടമുള്ളപ്പോൾ തീരുമാനിക്കാം. 100% വരെ, അത് 10 ആവാം, 20 ആവാം, 50 ആവാം, 100 ആവാം, ഇന്ത്യക്കെതിരെയും ചൈനയ്ക്കെതിരെയും അവർക്ക് താരിഫ് ചുമത്താം. പക്ഷെ ശ്രദ്ധിക്കേണ്ടത്, തുർക്കിയെയും യൂറോപ്യൻ യൂണിയനെയും അവർ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല എന്നതാണ്. നമ്മൾ ഇന്ത്യക്കാർ ഒരിക്കലും മറക്കരുത് അമേരിക്കയുടെ ഈ കൊടും ചതിയെ. ഇനി മറ്റൊരു കാര്യം, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വാർത്ത റഷ്യൻ മീഡിയാസ് അടക്കം മോസ്കോയിലുള്ള പ്രധാനപ്പെട്ട മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് റഷ്യ ഇന്ത്യയിൽ നിന്ന് പെട്രോൾ അടക്കം വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. റഷ്യ ഇന്ത്യയിൽ നിന്ന് പെട്രോള്, ഡീസൽ അടക്കമുള്ളവ അങ്ങോട്ട് വാങ്ങുകയാണ്. നമ്മൾ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നു, റഷ്യ നമ്മുടെ അടുത്ത് നിന്ന് പെട്രോൾ വാങ്ങുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. റിഫൈൻ ചെയ്തിട്ടുള്ള പെട്രോള്, ഡീസൽ അടക്കമുള്ളവ റഷ്യ ഇന്ത്യയുടെ അടുത്ത് നിന്ന് വാങ്ങുകയാണ്. എങ്ങനെയാണ് റഷ്യ അവസ്ഥയിലേക്ക് എത്തിയതെന്ന് നമുക്കറിയാം. യുക്രൈൻ നടത്തിയ കുറെ ആക്രമണങ്ങൾ, റഷ്യയിലെ ഒരുപാട് റിഫൈനറികൾ ടാർഗറ്റ് ചെയ്തുകൊണ്ട് യുക്രൈൻ ഡ്രോണുകൾ ആക്രമണം നടത്തുകയും റഷ്യയുടെ ആഭ്യന്തര ആവശ്യങ്ങൾക്ക്, ഡൊമസ്റ്റിക് പർപ്പസിന് ആവശ്യമായിട്ടുള്ള പെട്രോളും ഡീസലും ഒക്കെ അവിടെ ഷോർട്ട് ഉണ്ടാവുകയും ചെയ്ത സമയത്ത് ഇപ്പോൾ റഷ്യ ഇന്ത്യയിൽ നിന്ന് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നു, ഇവിടെ കൊണ്ടുവന്ന് അതിനെ ശുദ്ധീകരിച്ച് പെട്രോളായും ഡീസലായും ഒക്കെ നമ്മൾ എന്ത് ചെയ്യാണ്? കൂടുതൽ വിലയ്ക്ക് നമ്മൾ മറ്റ് രാജ്യങ്ങൾക്ക് വിൽക്കുകയാണ്. അങ്ങനെ മറ്റ് രാജ്യങ്ങൾക്ക് വിൽക്കുന്ന കൂട്ടത്തിൽ നമുക്ക് ക്രൂഡ് ഓയിൽ സപ്ലൈ ചെയ്യുന്ന റഷ്യയും നമ്മുടെ അടുത്തുനിന്ന് വാങ്ങുകയാണ്. ഇതാണ് പെർഫെക്റ്റ് ബിസിനസ്. ഇത് ധൈര്യമുള്ള, നട്ടലുള്ള ഭരണകൂടങ്ങൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ. അമേരിക്കയുടെ ഉമ്മാക്കി കണ്ട് ഭയപ്പെടാതെ, അമേരിക്കയുടെ ഭീഷണികൾക്ക് വഴങ്ങിക്കൊടുക്കാതെ, പാശ്ചാത്യരുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കാതെ, ധൈര്യത്തോടെ ശക്തമായിട്ട് ഇന്ത്യ ഗവൺമെന്റ് എടുത്ത തീരുമാനമാണ്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങും, അത് ശുദ്ധീകരിക്കും, അത് റഷ്യക്ക് വരെ വേണമെങ്കിൽ വിൽക്കും. യൂറോപ്പ് നമ്മുടെ നിന്ന് വാങ്ങുന്നുണ്ടായിരുന്നു, നേരത്തെ ഒരുപാട് രാജ്യങ്ങൾ ഇപ്പോഴും വാങ്ങുന്നുണ്ട് ഇന്ത്യയിൽ നിന്ന് ശുദ്ധീകരിച്ച പെട്രോളിയം ഉൽപ്പന്നങ്ങൾ. അതിന് പുറമെയാണ് റഷ്യ കൂടി വാങ്ങുന്നത് എന്നതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.